നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 198ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിത്താരയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ 5-6 തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ. തരംഗിയിലും ചിത്രാഞ്ജലിയിലും ശ്രീ TN ഗോപിനാഥൻ നായരുടെ വീട്ടിലും ഒക്കെ വെച്ച് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടിയെക്കുറിച്ച് ഞാൻ എൻ്റെ എപ്പിസോഡിൽ പറയാം. ഒരു പുഴയിൽ നമ്മളൊരു അണ കെട്ടുന്നു. തടഞ്ഞു നിർത്തുന്ന ജലത്തിൽ ശുദ്ധിയും വൃത്തിയും അഴുക്കും എത്രമാത്രം കാണുമെന്ന് നമുക്ക് അളന്ന് തൂക്കി പറയാൻ കഴിയില്ല. പക്ഷേ ആ ജലം നമ്മൾ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മളത് പൂർണ്ണ സ്വാദോടെ അത് കുടിക്കുന്നു. എന്നതുപോലെ ജീവിതമെന്ന തോണിയിൽ തുഴഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും തോണി മറിയാതിരിക്കാം എന്നതുപോലെയാണ് ജീവിതം. ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. പക്ഷേ അവരുമായിട്ടുള്ള അടുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ അറിയാതെ കയറിക്കൂടുന്ന ചില വാക്കുകളും വാചകങ്ങളുമൊക്കെ ഉണ്ട്. വളരെ സ്നേഹനിധിയായ ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നു. വിനയത്തിൻ്റെ ഒരു ഭാവമാണ് മോഹൻ സിത്താര. അതെനിക്ക് തോന്നിയത് ശ്രീ TN ഗോപിനാഥൻ നായരുടെ വീട്ടിൽ ഞാനൊരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ പോകുമ്പോൾ അവിടെ വെച്ച് രവി വള്ളത്തോളുമായും മോഹൻ സിത്താരയുമായും സംസാരിക്കുകയും ആ സമയം മോഹൻ സിത്താര ഒരു ഗാനം ചിട്ടപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സംഗീതജ്ഞൻ.